ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. എനിക്കറിയാം നമ്മൾ ജീപ്പിനെ പറ്റി ഇഷ്ടംപോലെ വാർത്തകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. ചില സമയത്ത് പറയും ഇവർ പുതിയൊരു SUV കൊണ്ടുവരുന്നു, ചില സമയത്ത് ഇവർ പറയും ഇവരെല്ലാ പരിപാടികളും ഷെൽഫ് ചെയ്തു, ഇനിയിപ്പോൾ അതിന് പകരം വേറെ വണ്ടി കൊണ്ടുവരും, അതുപോലെ ചില സമയത്തുള്ള വണ്ടികളുടെ തന്നെ ജനറേഷൻ അപ്ഡേറ്റ് കൊണ്ടുവരും എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഈ അടുത്ത് എന്തായാലും ജീപ്പിന്റെ പുതിയൊരു ഇൻവെസ്റ്റർ ഡേ പ്രസന്റേഷൻ നടന്നായിരുന്നു. അതിൻ്റെ അകത്തും അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് നടക്കും എന്നുള്ളതിന് ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ജീപ്പിലുള്ള എൻ്റെ ഒരു ട്രസ്റ്റ് പോയി. ഇങ്ങനത്തെ കുറെ പ്രസന്റേഷനോ അതുപോലെ പ്രസ് കോൺഫറൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവർ പുതിയ പുതിയ പ്ലാൻസ് അനൗൺസ് ചെയ്യും. സംഭവം ഇവർ അനൗൺസ് ചെയ്യുന്നതൊക്കെ വളരെ ശരിയായിട്ടുള്ള സംഭവങ്ങളായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കൊണ്ട് ഇവർ പറയും അത് പറ്റില്ല, ഞങ്ങളത് നോക്കി പക്ഷെ അത് ശരിയാവുന്നില്ല, ഞങ്ങളുടെ ബഡ്ജറ്റ് റെഡി ആവുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ അത് ഇറക്കി കഴിഞ്ഞത് വയബിൾ ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ കുറച്ച് കഴിയുമ്പോൾ പരിപാടിയെല്ലാം പൂട്ടിക്കെട്ടി പെട്ടിക്കകത്ത് വെക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പൊ അവർ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പുതിയ ജനറേഷൻ റെനഗേഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ റെനഗേഡ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത് ഒരുപാട് വർഷം മുന്നേ നമ്മൾ കേൾക്കാൻ തുടങ്ങിയ ഒരു സംഭവമാണ്. ഏകദേശം 2020, 2018 ആ ഒരു ടൈം ഫ്രെയിം ഉണ്ടല്ലോ, അതായത് കോമ്പസ് ഇന്ത്യയിലേക്ക് വരുന്ന 2017 ആ ഒരു സമയം തൊട്ട് തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് പുതിയതായിട്ട് അവരുടെ ജീപ്പിന്റെ അടുത്ത വണ്ടിയായിട്ട് റെനഗേഡ് വരുന്നു എന്നൊക്കെ. അപ്പൊ ആ സമയത്ത് ഇത് നമ്മുടെ കോമ്പസിന്റെ പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരുന്ന ഒരു വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതായത് കോമ്പസിന്റെ സ്മോൾ വൈഡ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അത് ഈ ഒരു സമയത്ത് അവർ കോമ്പസിന്റെ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഒന്നാമത് ഈ വണ്ടി 4.2 മീറ്റേഴ്സ് ലെങ്ത് ഉള്ളൊരു വാഹനമാണ്. ആൻഡ് കോമ്പസിന്റെ സെയിം പ്ലാറ്റ്ഫോം കൂടി ആവുന്ന സമയത്ത് പ്രൈസിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. ചിലപ്പോൾ ഒരു 1 ലാഖിന്റെ ഒക്കെ ഡിഫറൻസ് ആയിരിക്കും മാക്സിമം വരുന്നത്. അതുകൊണ്ട് ആ പ്രൈസ് റേഞ്ചിൽ അവർ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ വയബിൾ ആയിരിക്കില്ല, അതുപോലെ ആൾക്കാർ വാങ്ങില്ല, കൂടുതലും കോമ്പസ് ആയിരിക്കും ആൾക്കാർ വാങ്ങുന്നതൊക്കെ പറഞ്ഞാണ് ഇവർ അന്ന് പ്ലാൻ ക്യാൻസൽ ചെയ്തത്. പക്ഷെ എന്നാൽ ഇപ്പൊ പുതിയ ജനറേഷൻ റെനഗേഡ് വരാൻ പോവാണ്. അപ്പൊ പുതിയ ജനറേഷൻ റെനഗേഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അതെങ്ങനെ വയബിൾ ആവും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പുതിയ ജനറേഷൻ റെനഗേഡ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറുകയാണ്. ആൻഡ് ആക്ച്വലി ഇത് പറഞ്ഞിരുന്ന ആദ്യം ഇവരുടെ STLA സ്മോൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോകും എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ അതും ക്യാൻസൽ ചെയ്തു. അതിന് പകരം നമ്മുടെ സിട്രോയിന്റെ C3 പ്ലാറ്റ്ഫോമിലേക്കാണ് ഇത് മാറാൻ പോകുന്നത്. അതായത് CMP എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് ഇന്ത്യയിൽ വരുന്ന C3 അവര് ഈ പറയുന്ന കോമൺ മോഡൽ പ്ലാറ്റ്ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇനി നമ്മുടെ പുതിയ ജീപ്പ് റെനഗേഡ് മാറാൻ പോകുന്നത്. ഇത് നമ്മുടെ സ്റ്റെല്ലാൻഡിസ് ഇന്ത്യ പറഞ്ഞ കാര്യമല്ല, യൂറോപ്പിലുള്ള സ്റ്റെല്ലാൻഡിസിന്റെ CEO പറഞ്ഞ സംഭവമാണ്. C3 അതായത് പുതിയ റെനഗേഡ് C3 പ്ലാറ്റ്ഫോം, അതായത് പറയുന്ന CMP പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നു എന്നുള്ള കാര്യം. പിന്നെ ഇന്ത്യയിലും അവർ ഈ ലേറ്റസ്റ്റ് നടന്ന പ്രസ് കോൺഫറൻസിലായിട്ട് ഇങ്ങനൊരു പുതിയ SUV കൊണ്ടുവരുന്നതിനെ പറ്റിയും പറഞ്ഞായിരുന്നു. ആൻഡ് അതിൻ്റെ അകത്ത് അവർ കുറച്ചും കൂടെ അഫോർഡബിൾ റേഞ്ചിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിൽ നമുക്ക് കൂടുതൽ ചാൻസ് ഉള്ളത് ഈ റെനഗേഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പുതിയ ന്യൂസ് വരാൻ തുടങ്ങിയത്. റെനഗേഡ് പുതിയ ജനറേഷൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. ആക്ച്വലി അതിന് ചാൻസ് ഉണ്ട്, കാരണം ഇതിനു മുമ്പും ഇങ്ങനത്തെ കുറച്ച് റൂമേഴ്സ് വന്നിട്ടുള്ളതാണ്. നമ്മുടെ C3 എയർ ക്രോസ് ബേസ് ചെയ്തിട്ടുള്ള സിട്രോയിന്റെ ഒരു SUV വരുന്നുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ SUV. അത് അവരിപ്പോൾ റെനഗേഡ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നത് മാത്രം ജീപ്പല്ല, ഏത് നമ്മുടെ മറ്റേ ബാക്കിയുള്ള മീഡിയക്കാരും കുറെ വെബ്സൈറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതിപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ ഈ സെയിം റെനഗേഡ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ വണ്ടി ഇറക്കണം എന്നും യാതൊരു നിർബന്ധമില്ല. അവർക്ക് വേണേൽ പേര് മാറ്റാം. ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ പേര് മാറ്റുന്ന അത്ര പുതിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ മെറിഡിയൻ എന്ന് പറഞ്ഞ വാഹനം പുറത്ത് കമാൻഡർ എന്ന് പറഞ്ഞ പേരിലൊക്കെ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ പിന്നെ ഓൾറെഡി കമാൻഡറിന്റെ ഡൊമൈൻ ഓൾറെഡി ആ ജീപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മുടെ മഹീന്ദ്ര ഉപയോഗിച്ചിട്ടുണ്ട് പണ്ടത്തെ ജീപ്പിൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് ഇവിടെ എടുക്കാൻ പറ്റിയില്ല. അതാണ് അവർക്ക് കമാൻഡർ എന്ന് പറഞ്ഞ പേര് മാറ്റേണ്ടി വന്നത്. ബട്ട് എനിവേ നമുക്ക് നോക്കാം ഈ വാഹനത്തിന്റെ കേസ് എന്തായിരിക്കും, ഇതിന്റെ പേര് റെനഗേഡ് എന്നുള്ള മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ പേരിലായിരിക്കും ഇറക്കുന്നത് എന്നൊക്കെ. ഒരു കാര്യമുണ്ട്, ജീപ്പ് ആകെപ്പാടെ വണ്ടികൾ അസംബിൾ ചെയ്യുന്നത് ഇന്ത്യയിൽ മാത്രമാണ്. പിന്നെ അവർ അസംബിൾ ചെയ്യുന്ന അമേരിക്കയിലാണ്, അതായത് വണ്ടികൾ നിർമ്മിക്കുന്ന അമേരിക്കയിലാണ്. അത് ഇവർ എടുത്തു പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനം തീർച്ചയായും അവർ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനായിരിക്കും നോക്കുന്നത്. പിന്നെ ഈ വണ്ടി ഇവിടെ അസംബിൾ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും, കാരണം ഓൾറെഡി സിട്രോയിൻ അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്ത് വെച്ചിട്ടുണ്ട് ഈ CMP പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ മാക്സിമം ലോക്കലൈസ് ചെയ്ത് നിർമ്മിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ സിട്രോയിൻ ഏകദേശം 90% മുകളിലാണ് C3 എയർ ക്രോസിലും അതുപോലെ ഇനി വരാൻ പോകുന്ന ബസാൾട്ടിലൊക്കെ തന്നെ ലോക്കലൈസേഷൻ പിടിച്ചിരിക്കുന്നത്. അത്രയും ലോക്കലൈസേഷനും അത്രയും സപ്പോർട്ടും ഓൾറെഡി സിട്രോയിൻ ഉള്ളതുകൊണ്ട് തന്നെ ജീപ്പിന് ഇനി ആ ഒരു റിസോഴ്സസ് എല്ലാം തന്നെ ഉപയോഗിച്ചൊരു പുതിയ വണ്ടി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആൻഡ് നമുക്കിപ്പം സിട്രോയിൻ്റെ C3 എയർ ക്രോസിന്റെ മിഡിൽ വേരിയന്റ്, അതായത് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് അവരിപ്പോൾ തന്നെ 8.99 lakhs കൊടുക്കുന്നത്. അത് കുറച്ച് പ്രൈസ് കട്ടൊക്കെ വന്നിട്ടാണ് അത്രയും കൊടുക്കുന്നത്. ഒറിജിനലി 11.62 lakhs പ്രൈസ് ഉണ്ടായിരുന്ന ഒരു വാഹനമാണ്. എന്നാൽ പോലും ജീപ്പിന് ഇപ്പോൾ ഈ ഒരു വണ്ടി അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ റീബ്രാൻഡ് ചെയ്ത് പിന്നെ സിട്രോയിൻ കൊടുക്കുന്ന അത്രയും ഫീച്ചേഴ്സിൽ ഇറക്കി കഴിഞ്ഞാൽ എന്തായാലും വണ്ടി പൊളിഞ്ഞു പോകും. അത് ജീപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ട്വീക്ക് ചെയ്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്ത് പിന്നെ ഡിസൈനൊക്കെ ഒബ്വിയസ്ലി മാറും. നമുക്ക് C3 ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ഒരു പുതിയ ഡിസൈനും അതുപോലെ ഇന്റീരിയർ ക്യാബിൻ ഫിനിഷ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ജീപ്പിന്റെ രീതിയിൽ ട്വീക്ക് ചെയ്ത് ഏകദേശം 15 lakhs റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ ഈ വണ്ടി കോമ്പസിന്റെ താഴത്തായിരിക്കും ഇരിക്കാൻ പോകുന്നത്. ആൻഡ് റെനഗേഡ് ഓൾറെഡി 4.2 മീറ്റേഴ്സ് ലെങ്ത് ഉള്ളൊരു വാഹനമാണ്. പുതിയ വാഹനത്തിന്റെ ലെങ്ത് ഏകദേശം ആ റേഞ്ചിലാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു സബ് 4 മീറ്റർ വാഹനമായിരിക്കും എന്ന് വിചാരിക്കരുത്. ഒരിക്കലും സബ് 4 മീറ്റർ അല്ല, അപ്പോൾ 4 മീറ്റർ കാറ്റഗറിയിൽ തന്നെ നിൽക്കാൻ പോകുന്ന ഒരു വണ്ടിയാണിത്.
അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ C3 എയർക്രോസിൽ ഉപയോഗിക്കുന്ന ആ എഞ്ചിൻ ഉപയോഗിക്കില്ല എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം C3 എയർക്രോസിൽ C3യിൽ വരുന്ന സെയിം ടർബോ എഞ്ചിനാണ് വരുന്നത്. അതും പവർ പോലും ഒരു കൂട്ടിയിട്ടില്ല. 110 PS പവറും 190 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് അതിൻ്റെ അകത്തുള്ളത്. പക്ഷേ എന്നാൽ ജീപ്പിലേക്ക് വരുമ്പോഴേക്കും അവർ ഇത്രയും പ്രീമിയം പ്രൈസ് പോയിന്റ് പിടിക്കുന്നത് കൊണ്ടും അതുപോലെ ജീപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിൻ്റെ ഇമേജ് വെച്ചും ആ എഞ്ചിൻ കൊടുക്കുന്നത് കുറച്ച് താഴ്ന്ന ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ വേറൊരു എഞ്ചിനാണ് കൺസിഡർ ചെയ്യുന്നത്. EP6DT എന്ന് പറയുന്ന ഒരു 1.6 ലിറ്റർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് അവർ ഇന്ത്യക്ക് വേണ്ടി ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ BMW അതുപോലെ പ്യൂഷോയും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു എഞ്ചിനാണ്. പല പവർ ഫോമാറ്റ്സിലൊക്കെ ഇത് ഇന്റർനാഷണലി അവൈലബിൾ ആണ്. 150 bhp ഉണ്ട്, 180 bhp ഉണ്ട്. ഇന്ത്യയിൽ കൂടുതലും 150 bhp പവർ ട്യൂൺ വെച്ചിട്ടുള്ള മോഡൽ വരാനാണ് ചാൻസ് ഉള്ളത്. പിന്നെ ഇത് തന്നെ അവർ പുറത്ത് C5 എയർക്രോസിൽ ഉപയോഗിക്കുന്ന അതേ എഞ്ചിൻ തന്നെയാണ്. അതിൻ്റെ പെട്രോൾ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നില്ല, ഡീസൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് പെട്രോൾ എന്താണെന്നുള്ളത് അറിയാത്ത. ഇന്ത്യയിൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്, ബട്ട് പുറത്ത് പെട്രോളും ഉണ്ട്. പിന്നെ ഈ പ്ലാറ്റ്ഫോമിന് ഒരേ ഒരു പ്രശ്നമാണുള്ളത്, ഇതിനകത്ത് 4x4 സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു ജീപ്പിൻ്റെ പുതിയ വണ്ടി ഇറങ്ങിയാലും എല്ലാത്തിലും ഒന്നേ 4x4 ഉണ്ടാവും, അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ സംവിധാനം ഉണ്ടാവും ഓഫ് റോഡ് പോകാനായിട്ട്. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം 4x4 സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവർ ഇതിൻ്റെ ഇലക്ട്രിഫൈഡ് മോഡൽ ഇറക്കിയിട്ട് അതിൻ്റെ അകത്തായിരിക്കും ഓൾ വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ കൊടുക്കാൻ പോകുന്നത്. ഈ അടുത്ത് അവർ അവഞ്ചറിൻ്റെ കേസിൽ ചെയ്ത പോലെ. അതും ഈ CMP പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. ആൻഡ് അതിൻ്റെ അകത്ത് അവർ 4x4 ആദ്യമായിട്ട് ഓൾ വീൽ ഡ്രൈവ് കൊടുത്തത്. അല്ലാണ്ട് പെട്രോൾ മോഡലിൽ 4 വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷനും നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഈ വണ്ടിയുടെ കേസും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്ന ഇലക്ട്രിക് $25,000 ഉള്ളിൽ വരും എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്ത് ഏകദേശം 21 lakhs താഴത്ത് ഇതിൻ്റെ ഇലക്ട്രിക് അവർ ഇന്റർനാഷണലി ഇറക്കും എന്നും പറയുന്നുണ്ട്. അത് നല്ലൊരു പ്രൈസ് പോയിന്റ് ആണ്. ആ പ്രൈസ് പോയിന്റിൽ അവർക്ക് ഇന്ത്യയിൽ ഇതിൻ്റെ ഇലക്ട്രിക് ഇറക്കാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റും. ഏകദേശം നമ്മുടെ ഒരു MG ZS-EVയുടെയും ഹ്യുണ്ടായി കോനയുടെയൊക്കെ ഒരു പ്രൈസ് പോയിന്റ് ആണത്. അവിടെ ജീപ്പിൻ്റെ ഇലക്ട്രിക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും MG ആൾക്കാർ എടുക്കുന്ന പോലെ തന്നെ ജീപ്പ് എടുക്കും. പിന്നെ വേറൊരു വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കോമ്പസിൻ്റെ പുതിയ ജനറേഷൻ മോഡൽ അവർ ഇന്ത്യക്ക് വേണ്ടി മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. ഇതേ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പുതിയ സംഭവങ്ങൾ ഇവർ തന്നെ അനൗൺസ് ചെയ്യും, എന്നിട്ട് ഇവർ തന്നെ ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് ഇനിയിപ്പോൾ 2027 ഇവർ പുതിയ കോമ്പസിൻ്റെ ജനറേഷൻ അപ്ഡേറ്റ് പറഞ്ഞിരുന്നത്. അതിന് പകരമായിരിക്കും ഈ വണ്ടി വരാൻ പോകുന്നത്. റെനഗേഡിൻ്റെ പുതിയ ജനറേഷൻ മോഡൽ ഇന്റർനാഷണലി 2027 ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ 2028 ആകുമ്പോഴായിരിക്കും മിക്കവാറും വരുന്നത്. പിന്നെ കോമ്പസിൻ്റെ പുതിയ ജനറേഷൻ വരാത്തതുകൊണ്ട് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും BS7 വരും. BS7 വരുമ്പോൾ ഒരു കോമ്പസ് ഇന്ത്യയിൽ നിർത്തും, എന്നിട്ട് അതിന് പകരം ഈ വണ്ടി ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ല. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് കോമ്പസ് ഉണ്ടാവില്ല, അതിന് പകരം ഈ വണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. മെറിഡിയൻ്റെ കാര്യം എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഡീസൽ എഞ്ചിൻസ് അവർ ഇന്ത്യയിൽ മൊത്തത്തിൽ നിർത്തേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അതിൻ്റെയും കാര്യം കഷ്ടത്തിലാവും. പിന്നെ കോമ്പസ് അവർ മൊത്തമായിട്ട് നിർത്തണം എന്നില്ല. ഇപ്പോൾ ഓൾറെഡി ഉള്ള ജനറേഷൻ, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന 2nd ജനറേഷൻ കോമ്പസ് ആണ്. അതവർ ചിലപ്പം സെയിം മോഡലായിട്ട് കണ്ടിന്യൂ ചെയ്ത് വിൽക്കുമായിരിക്കും, ചെറിയ വലിയ ഫേസ് ലിഫ്റ്റ് ഒക്കെ കൊടുത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീപ്പിൻ്റെ അവസ്ഥ. ആൻഡ് പിന്നെ ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ ചെയ്തിരിക്കുന്ന മൈക്കിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻസിൽ പറയണേ. ഞാനിപ്പം ഇത് പുതിയത് വാങ്ങിയതാണ്, പക്ഷേ എനിക്ക് ഇതിൻ്റെ ക്വാളിറ്റി പഴയതിനേക്കാൾ ഇത്തിരി കൂടെ മോശമായിട്ടാണ് തോന്നിയത്. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്തേക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.